ആണുങ്ങളുടെ ഡ്രസ്സ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോയതായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ കണ്ടത് വൈവിധ്യമാർന്ന നിറങ്ങളും ഡിസൈനുകളും കൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന സ്ത്രീകളുടെ അതിമനോഹരമായ മാസ്മരിക ശേഖരം. ഷോർട്ട് ടോപ്പുകളുടെ ഒരു അഡോറ് കളക്ഷൻ തന്നെ അവിടെ ഉണ്ട്. നിങ്ങളുടെ മനോഹാരിതയെ പതിന്മടങ്ങ് വർദ്ധിപ്പിക്കാൻ ഒരു സ്വപ്നം പോലെ നെയ്തെടുത്ത നൂതനമായ ഡിസൈനുകളും പ്പിക്കുന്ന കളക്ഷനുകളും ചേർന്ന ടോപ്പുകൾ നിങ്ങളുടെ ഓരോ നിമിഷവും കൂടുതൽ മനോഹരമാക്കാം. ഓരോ സ്ത്രീയുടെയും സ്വപ്നങ്ങൾക്ക് അണിയറ ഒരുക്കുന്ന കളക്ഷനുകൾ, നക്ഷത്രങ്ങൾ പോലെ തിളങ്ങുന്ന ഡിസൈനുകളും ഇളം കാറ്റ് പോലെ മൃദുലമായ മെറ്റീരിയലുകളും നിങ്ങളെ ഒരു മായാലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഉള്ളതെല്ലാം ഉണ്ടല്ലോ, യുണീക്ക് കളക്ഷൻ. ഞാനിതുവരെയും കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തത്. പൊന്നാര മക്കളെ, ഇതൊക്കെ ഒന്ന് ഇട്ട് പോയാൽ ഉണ്ടല്ലോ, പിന്നെ ചുറ്റിലുള്ളതൊന്നും കാണാൻ പറ്റൂല. നിങ്ങൾ കടന്നു പോകുമ്പോൾ അസൂയയുടെയും ആരാധനയുടെയും നോട്ടങ്ങൾ നിങ്ങളെ പിന്തുടരും. സൗന്ദര്യത്തിൻ്റെ ഒരു നിശബ്ദ പ്രഖ്യാപനമാണ്. സൂക്ഷ്മമായ ഡിസൈനുകളും വർണ്ണങ്ങളുടെ മായാജാലവും നിങ്ങളെ ഒരു പ്രണയ കവിതയാക്കി മാറ്റും. ഓരോ സ്ത്രീയും പ്രപഞ്ചത്തിലെ വിശുദ്ധമായ ഒരു കവിതയാണ്. ഇതൊക്കെ ഇട്ട് ഒരുങ്ങി ഇന്നുണ്ടല്ലോ, ഏത് മുരടനായ കെട്ടിയവനായാലും ഉണ്ടല്ലോ, അവൻ്റെ ഉള്ളിലുള്ള ഭാവങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു വരും. വാനലോകത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദേവതയോ അപ്സരസുകളെ പോലും നാണിപ്പിക്കുന്ന സൗന്ദര്യമോ കാവ്യചിത്രമോ എന്താണ് ഈ മുമ്പിൽ നിൽക്കുന്നത്? ഇനി ഏത് കല്യാണ പരിപാടിയിൽ ഇതെല്ലാം അടിച്ച് യൂണിഫോം ആക്കി ഇട്ട് നിന്നാൽ ഏത് താത്താമാരായാലും കുട്ടി ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ എന്ന് കേൾക്കും. സ്നേഹവും കരുതലും നിറഞ്ഞ ഉമ്മമാർക്ക് വേണ്ടിയുള്ള നല്ല തട്ടങ്ങളും ഉണ്ട്. പ്രത്യേകമായ ഒരു പ്രൗഢിയായിരിക്കും ഇതിട്ടാൽ. തിളങ്ങി മറിയാൻ നല്ല ഷിമ്മറുകളുടെ ഒരു ലോഡ് കളക്ഷനും. ഇതാണ് ഇത്രയും കളക്ഷനൊക്കെ കൊണ്ടുവന്ന കടക്കാരി. അതുകൊണ്ട് വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഡ്രസ്സ് കട. അറിയാലോ, ഒരു ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക്കുള്ള പരിപാടിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്താണ് ഇന്നുള്ള നിലയിലെത്തിയത്. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു കുടുംബക്കാരും ഉണ്ടായെന്ന് വരില്ല. അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാതെ ഇരിക്കലാണ് ഏറ്റവും നല്ലത്.